ഉമ്മാക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞില്ല ഉമ്മാക്ക് അപ്പോഴും കത്തും. ആളില്ലാത്ത കാട് പിടിച്ച പേരുണ്ടോ? അപ്പൊ ഇതൊരു പേരുണ്ടോ? ആ കാണേ അതല്ല, ഇതാണ് ഒരു പറ്റിച്ചാണ്. എവിടെയാണ് മക്കളെ പറഞ്ഞു? സത്യം പറയാ, ഇതാണ് ഗൈസ് നമ്മളെ പേര. ചക്കയും ചക്കക്കൂട്ടാനും പറഞ്ഞ് നടക്കുന്ന ടീമിന് ഗൈസ് ഇതൊക്കെ ഇഷ്ടം പോലെ ചക്കടി. എനിക്ക് തോന്നുന്നു ഗൈസ് ഇത് ഏതോ കൃഷി ഫാമത്തെ ഏതോ ആളെ പേരെയാണ് തോന്നുന്നത്. ഹലോ ഗൈസ്, എല്ലാവർക്കും ഏറ്റവും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഗൈസ്. അല്ലേ? എന്താ പരിപാടി? എന്താ പരിപാടി വെച്ചാ പുതിയ വീട് കാണാൻ പോവുകയാണ് ഗൈസ്. ഇങ്ങളെ വായിക്ക് തന്നെ ഇമ്മാക്കും ഉമ്മമാക്കും ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അതായത് നമ്മളൊരു പെര വാങ്ങിക്കണം, അതായത് വാടകയ്ക്ക് ഒരു പെര എടുത്തിക്കണ്. അത് കാണണം ഇവരുടെ രണ്ടാറ് ആഗ്രഹം ഉണ്ട്. ഇങ്ങൾക്കൊണ്ട് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം. പക്ഷെ ഇന്ന് വരെയായിട്ട് നടന്നിട്ടില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ദിവസങ്ങളായിട്ട് നമുക്ക് എന്താ ബുദ്ധിമുട്ട് എന്താണ് നമ്മള് നോക്കുമ്പോ മഴ മെയിൻ പ്രശ്നം. ഇന്നിപ്പോ അതന്നെ രാവിലെ ഇറങ്ങി 2 വട്ടം മാറ്റി. ഇന്നലെ എത്ര വട്ടം മാറ്റി? ഇന്നലെ 3 വട്ടം. പിന്നെ തെറ്റി കഴിച്ചിട്ടു. പിന്നെ തെറ്റിയാണ് കഴിച്ചിട്ട്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് പേരും ജാതി മഴ. ഉമ്മ വീഡിയോ എടുക്കല്ലേ ബായ് നമുക്ക് പെര കാണാൻ പോകാനാണ്. മാറ്റി ഇങ്ങനെ ഇറങ്ങും. അപ്പൊ ഇതിനാക്കണം മഴസു പിന്നെയും കയറും പിന്നെയും ഇറങ്ങും. അതന്നെ അവസ്ഥ. പിന്നെ കൊതുകും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അങ്ങനെയൊക്കെയാണ് സംഭവം അല്ലേ? അപ്പൊ ഞങ്ങളൊക്കെ പോയാണ്ട് ഇന്നലൊക്കെ പോയാണ്ട് മൊത്തം ക്ലീൻ ആക്കിയാണ്ട്, അതായത് ചെറുമട്ടത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന വഴിയൊക്കെ നല്ല രീതിക്ക് ക്ലീൻ ആക്കി ഞങ്ങളെ ഫുള്ള് സെറ്റ് ആക്കി വെച്ചിക്കണ്. ഇനിയല്ലേ നമ്മളെ ചടങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇബളിയും കൊണ്ടാണ്ട് പോകലാണ്. പിന്നെ ഗൈസ് വേറൊരു സർപ്രൈസ് ഉണ്ട് നമുക്ക് ആ പേരില്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പെര വാങ്ങിയ കൂട്ടത്തില് നമുക്കൊരു ചെണ്ട അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടിക്കണേ. എന്തിനാ ചെണ്ട കൊട്ടാനോ? ചെണ്ട എന്തിനാ നമുക്ക് കൊട്ടാനോ? എന്തിനാ ചെണ്ടതിനെ കൂട്ടാ? അമ്പലത്തിലൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ. അമ്പലത്തിന് പരിപാടി അതൊന്നല്ല, പന്നിയൊന്നല്ല. അതുക്കും മേലെ ഇടക്കിടക്ക് അവിടെ ആന ഇറങ്ങലുണ്ട്. അതെന്തറിയോ ഓല നമ്മളെ വിളിച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് മമ്മ ഞാൻ പറഞ്ഞുതരാം. അതായത് മൂപ്പര് നമ്മള് സ്ഥലം എടുത്ത മൂപ്പര് പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മൊത്തം ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങൾ പുറത്തുനിന്ന് ഒന്നും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായില്ല, എന്താ സംഭവം മനസ്സിലായില്ല. അപ്പൊ ഇവരോട് ക്ലിയർ ആയിട്ട് ചോദിച്ചപ്പോ പറഞ്ഞു ഞങ്ങൾ റൂമൊക്കെ കയറി കണ്ടല്ലോ. അപ്പൊ അവിടെ ഉണ്ട് ചെണ്ട. അപ്പൊ മൂപ്പരോട് ചോദിച്ചു ഇവിടെ ആദ്യം ഇങ്ങനത്തെ ആൾക്കാർ, അതായത് ഇങ്ങനത്തെ പരിപാടിന്റെ ആൾക്കാരെ താമസിച്ചെന്ന് വെച്ചാൽ അല്ലല്ല, അത് ഇവിടെ വരുന്നവർക്ക് മൊത്തം നമ്മളിത് കൊടുക്കലുണ്ടെന്ന്. സംഭവം എന്താന്ന് വെച്ചപ്പോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആനകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അയറ്റാളെ നാട്ടിൽ പൈപ്പിച്ചാൻ വേണ്ടിട്ട് ചെണ്ട സംഭവം ഗൈസ്. സംഭവമൊക്കെ സെറ്റാണ്. ഇനി നമ്മൾ അങ്ങോട്ട് ചെന്നാൽ മതി. ഇനി ഇമ്മാക്കും അമ്മമാക്കും പെര കാട്ടിയ സർപ്രൈസ് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്യാം. നമ്മളെ ഒരു പെര ഞങ്ങൾക്ക് രണ്ടാക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സ്ഥലം. പിന്നെ അവിടുത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അല്ലെ നമുക്ക് ചണ്ടോട്ടി ഇരിക്കേ ചോറൊക്കെ ആവുമ്പോഴേ നമുക്ക് വരെ ചണ്ടോട്ടി വിളിച്ച ചോറാവുമ്പോ പറഞ്ഞില്ല. മറ്റേ ഇതാ ഈ പെരിയിലാവുമ്പോ കേൾക്കും. ചണ്ടോട്ടി ആക്കി മനസ്സിലായിക്കോളൂ. ചോറ് കഴിച്ചാൽ ചോറിനല്ലേ വെല്ലായി ഇല്ലെങ്കിൽ ചോറില്ലെങ്കിൽ വെല്ലപ്പോ വെല്ലടിച്ചോട്ടെ. അതാണ് ഇമ്മാക്ക് ചെറുപ്പം മുതൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അപ്പൊ ഞങ്ങള് അങ്ങനത്തെ ഒരു സൗകര്യമുള്ള ഒരു സ്ഥലം കൂടി ഞങ്ങൾ തപ്പി കണ്ടുപിടിച്ചിരിക്കും. ആണല്ലോടോ അങ്ങനത്തെ പേടിയൊന്നുമില്ല. ആന പേടിയാണ്. ആന പേടിയാണ്. ആന അങ്ങനെ കാണുമ്പോ പേടിയൊന്നുമില്ല. ആന പേടിയുണ്ടെന്നുള്ളൂ. അപ്പൊ സെറ്റല്ലേ? സന്തോഷായില്ലേ? സന്തോഷായില്ല. എനിക്ക് അത്ര സന്തോഷമല്ലാതെ എന്താ എനിക്ക് പറയാല്ലേ? എനിക്കും ആന കാണാതെ അടക്ക് തന്നെ. ഞാനും വളരെ അധികം എക്സൈറ്റഡ് ആണ്. ഇവല് എനിക്കറിയോ രഹസ്യമായിട്ട് ഓരോ അന്വേഷണങ്ങൾ നടത്തിയിരിക്കുന്നത്. എവിടെയാണ് പെര പറ എവിടെയാ പെര അവിടേക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ അതാണാവോലെ, ഇനിയിപ്പൊ അപ്പുറത്തേണാവോ? പലതും ഞങ്ങൾ ഊഹിച്ചു. അപ്പൊ അതൊന്നും ഞങ്ങൾക്ക് പോയിന്റ് ആയിട്ടില്ല, ശരിയായിട്ടില്ല. ഇത്രയും നേരം എനിക്കൊരു സമാധാനം ഉണ്ട്. ഇനി പെര കാണാ പെര പാനല്ലോട്ട് കാണപ്പോ എന്റെ മൂടൊക്കെ ഇച്ച് സമാധാനാണ്. ഇവിടെ തന്നെ മതി. ഈ ചോറിന് ഒളിച്ചോർത്ത് ഇവിടെ കുത്തിരിക്കാം. ഇച്ച് സമാധാനമല്ലോ. ആന ഇടക്കിടക്ക് അമ്മാനെ ഞെട്ടിച്ചോളൂല്ലോ. ആന ഞെട്ടിച്ചേണ്ട ആവശ്യമില്ല. ഇനി ആന ഞെട്ടിച്ചോളൂ. പിന്നെ നല്ല പെരും മഴകളാണ്. നല്ല വെള്ളമുണ്ട്. മീൻ പിടിച്ചാണെങ്കിൽ നമുക്ക് പോകാൻ ടൈം ആയിക്കണില്ലേ? നമ്മളെ മീൻ പിടുത്തത്തിന് ടൈം ആവും അല്ലേ? പക്ഷെ നമ്മളെ ചടപ്പ് എന്താ അറിയോ, നമുക്ക് മീൻ പിടിച്ചാൻ വേണ്ടി അവിടുന്ന് ഇങ്ങോട്ട് വരേണ്ടി വരണമെന്നില്ല. അവിടെ നല്ലൊരു ഏരിയകൾ കണ്ടിട്ടില്ലേ? അതൊന്നും കുഴപ്പമില്ല. ഞാൻ ഉണ്ടാവൂല കേട്ടോ. അത് നോക്കിയിട്ട് കാര്യമില്ല.
ഗൈസ് നമ്മൾ കൂടുതൽ നേരം വർത്താനം പറഞ്ഞ് ലാഗ് അടിപ്പിക്കണില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ചാത്തമുണ്ട് അങ്ങാടിയിൽ ഉമ്മമാന്റെ ഫ്ലെക്സ് ഞങ്ങളെ ഫ്ലെക്സ് എല്ലാവരും വരുന്ന ഈ കാര്യം അതിന്റെ വീഡിയോ. അപ്പൊ ഗൈസ് നമ്മളെ പോർച്ചുഗലിന്റെ ജെയ്സി ഇട്ടേക്കായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഏതാണ് ടീം എന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തി. പിന്നെ ഗൈസ് നമ്മളെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേരെ കണ്ടിട്ട് എല്ലാവരും എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാ. നമുക്ക് ഇറങ്ങൽ തുടങ്ങല്ലേ, 2 വണ്ടി ഉണ്ട്. മുട്ടിന് മഴയാണ്. എന്താ സംഭവം മനസ്സിലായി? പോണോ മഴക്കാലായോ? മഴക്കാലം തന്നെയാണ്. എന്തായാലും ഗൈസ് നമ്മള് വർത്താനം പറഞ്ഞ ടൈം കളയില്ല. നിങ്ങൾ എക്സൈറ്റഡ് ആക്കിയാ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നിക്ക് ഗൈസ് എല്ലാരും എക്സൈറ്റഡ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ പെര കാണാൻ വേണ്ടി പോകാം. അടുത്ത മഴ പെയ്യുമ്പത്തിന് നമുക്ക് അവിടെ എത്തണം ഗൈസ്. അപ്പൊ നേരെ പോയോക്കാം. ഗൈസ് എനിക്ക് ചിരി ഒന്നെടുക്കാൻ വെച്ചാൽ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഖത്തേക്ക് നോക്കിയാ കണ്ണീരൊക്കെ എത്രയും നേരം ഉണ്ടായിരുന്നു, ഇപ്പൊ തുടച്ച് കളഞ്ഞിട്ടുള്ളൂ അല്ലേ? ഉമ്മ അറിഞ്ഞിട്ടില്ല. ഞാൻ നമ്മൾ നല്ല മുളക്കാൻ കേൾക്കുന്നുണ്ട്. നോക്കിയപ്പോ അവിടെ നല്ല കരച്ചില്ല. ഇങ്ങനെ ആയിട്ടുണ്ട്. എന്തിന് ആന വന്ന് പോവാ? ആന വരും പോകുമല്ലോ. ആന ജീവിയല്ലേ. സംഭവം ഗൈസ് നമ്മള് ഇതാക്കുന്ന ലൊക്കേഷന്റെ അവിടെ എത്തി. ലൊക്കേഷന്റെ അവിടെ പറഞ്ഞു ചെയ്യാ. മമ്മ ഇതിലേതാണ് സ്ഥലം? ആ കാണാൻ വരണ്ടോ? കാണുണ്ടോ? അതല്ല ഞങ്ങള് ഫൈനലി സ്ഥലത്തിന്റെ അവിടെ എത്തി. എന്ത് മമ്മ? അയലക്കാരൊന്നും ഇല്ലായിരുന്നപ്പോ. ഇല്ലേ താമസക്കാരില്ലേ? ഇതില് അവിടെ ആൾക്കാരില്ല. ഇവിടെ പേരിലെത്തി. ബാക്ക് കൂടെ കയറണം, മുമ്പ് കൂടെ കയറല്ലേ? അതിലല്ല, മുമ്പ് കൂടെ കയറാം. ബാക്ക് കൂടെ ആദ്യം കയറും. മമ്മ വരി. ഇതെന്താ തോക്കോ? ഇത് അത് തലടിച്ചാ പിടിച്ചേ. ഇത് എന്തിനറിയോ? മുറ്റടിച്ചാണ്. അതായത് ഭയങ്കര ചമ്മലയും കാര്യങ്ങളൊക്കെ വെക്കുക. അപ്പൊ അതിനുള്ള സാധനമാണ്. കയറല്ലോ ഇങ്ങോട്ട് വരി. അതൊന്നല്ല. ഉമ്മാക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞില്ല ഉമ്മാക്ക് അപ്പോഴും കത്തും. കുറച്ച് പണിയുണ്ട്. അതിന് വേണ്ടിട്ടല്ലേ നമ്മള് സാധനങ്ങളൊക്കെ എടുത്ത് വന്നാണ്. ഒന്നും ശരിയാക്കില്ല. അങ്ങോട്ടല്ല വജ്ജി മാറിക്കണം. ഇങ്ങോട്ട് വരി. ആളില്ലാത്ത കാട് പിടിച്ചവരുണ്ടോ? ഉണ്ടോ നോക്കിയടാ. ഉണ്ടെങ്കി നമുക്ക് ചിലപ്പോ ഈ പേരെങ്ങാനാണെങ്കിലോ. പിന്നെ വളവിലൊരു പേരുണ്ട്. ഏതായാലും ആ വളവിലും ഒരു പേരുണ്ടോ മമ്മ? മമ്മ അവിടെ ഒരു പേരുണ്ടോ? ആ കാണേ? അതല്ല, ഇതാണ്. കേറി ആവൂലടി. ആവൂല. ഓല് പറ്റിച്ചാണ്. ഓല് പറ്റിച്ചാണ്. എവിടെയാണ് മക്കളെ പറഞ്ഞു? സത്യം പറയാ, ഇതാണ് ഗൈസ് നമ്മളെ പേര. എല്ലാരും ഇമ്മാന്റെ എക്സ്പ്രഷൻ കണ്ടില്ല. നിങ്ങളും കൂടി പറയാ എങ്ങനെയുണ്ട് നമ്മളെ പേരാന്ന്. ബാ കേറി. അതിനല്ലേ പറഞ്ഞേ. നേരാ മക്കളെ എങ്ങനെ പറയുന്നത്? സത്യം സത്യം നേരാണ്. സത്യം അതാ അതിനൊക്കെ അറിയണേ. മമ്മ ഗേറ്റ് തുറക്കി. വരി ഗേറ്റ് തുറക്കി. വരി വരി ഗേറ്റ് തുറക്കി. അങ്ങോട്ടാണ് ഉന്തിക്കോളി. ഉന്തിക്കോളി. വരി. ഇതാണ് നമ്മളെ പെര ഇതാക്കണ. എല്ലാരും കണ്ടോക്കി എങ്ങനെയാണെന്ന് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മോണ്ടിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞങ്ങൾ എടുക്കാനുള്ള കാരണം. പിന്നെ അമ്മ ഇവിടെ ഇത് ഇഷ്ടപ്പെടാത്തവര് ആരുമില്ല. ഇല്ലല്ലോ, അതന്നെയാണ് നല്ല രസമല്ലേ പേരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയെടുത്തേ. പിന്നെ അമ്മ പേടിച്ചണ്ട, ആനയും പുലിയൊന്നുമില്ല. അത്രയും കണ്ണീര് വെറുതെ പോയി. മനുഷ്യന്മാര് പാർക്കണ തന്നെയാണ്. മൃഗങ്ങളെ പേരല്ലോ. അല്ല ഇതാണ്. എങ്ങനെയുണ്ട് ഈ പേര്? എങ്ങനെയുണ്ട് പുറം കാഴ്ച? നമുക്ക് വിശദമായിട്ട് നമ്മളെ പുറത്തുമ്പോ കണ്ടപ്പോ നല്ല രസമുണ്ട്. ഉള്ളത്തെ നമുക്കറിയില്ലല്ലോ. നമുക്ക് നോക്കാം. നമുക്ക് എല്ലാം കാണിത്തരും. എല്ലാം വിശദമായിട്ട്. ഇന്നത്തെ എങ്ങനെയാണെങ്കിൽ ഉള്ളിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇല്ല ഇല്ലേ? അമ്മക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഇതാണോ ഇവരൊക്കെ പറഞ്ഞ എൻട്രി അറിഞ്ഞില്ലേ? എങ്ങനെയുണ്ട് ഗൈസ് നമ്മൾ ഈ കേറി വരുന്ന ഈ സ്ഥലം എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. റോഡാണ് കാണുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് ഗേറ്റ്, പിന്നെ നേരെ കണ്ടൊരു വയ്യ്. ഇവിടുന്ന് വ്യൂ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എനിക്ക് മോണ്ടിന്. കാരണം ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് അട്രാക്റ്റീവ് ആയ സാധനം ഇതാണ് ഇല്ലടാ. ഈ ഒരു കാർ പോർച്ചും ഈ ഒരു സംഭവങ്ങളൊക്കെ അതന്നെയാണ് ഗൈസ്. എല്ലാരും കമന്റിൽ
പെടുത്തി ഞാൻ ഇവിടെ തന്നെ നിന്നു കേട്ടോ കൊയങ്ങിയിട്ടും സന്തോഷം കൊണ്ടൊക്കെ പാടായിട്ട് സന്തോഷം കൊണ്ട് എന്താന്ന് പറയാനറിയില്ല. എടുത്തോ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ പുതിയ പെര. എല്ലാരും ഒന്ന് കമന്റ് ചെയ്യട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലവ് ചിഹ്നത്തിന്റെ ഇമോജി ഇടാൻ പറയും അമ്മ. എല്ലാരും ഒരു പറയാനറിയില്ല, നിങ്ങൾ പറയും. ഒരു ലവിന്റെ ഒരു ഇമോജി ഇടുക ഗൈസ്. കാരണം എല്ലാവർക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണ്, സന്തോഷായി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഇതെന്താ അറിയോ, നല്ലൊരു സ്ഥലമാണ്. ഇനി വാ നമുക്ക് ആദ്യം ഉള്ളിൽ കയറിയിട്ട് പുറത്ത് കാണിച്ചു കൊടുത്താൽ പോരെ. ഗൈസ് ഉള്ളിലേക്ക് നമുക്ക് കയറി നോക്കാം. ഇതെന്തിനാന്ന് ഇതിന്റെ ഉപയോഗം ഞങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. അത് കുഴപ്പമില്ല, അത് അടിച്ച് മോറാണ്ട്. അല്ല എന്നാലും നമ്മളെ കാര്യം നമ്മള് ആദ്യമായിട്ട് കയറിയല്ലേ. കുഴപ്പമില്ല. ഇത് കണ്ടോ, ഇതിന്റെ ഉപയോഗം കണ്ടോളി. എവിടുന്ന് ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, ഇതിന്റെ ഉപയോഗം കണ്ടോ. ഇപ്പോഴാണ് മോട്ടം വാങ്ങിയ സാധനത്തിന്റെ ഇത് മനസ്സിലായത്. ഇതണ്ടില്ലേ, ഇതിനത് വേണേനു. ഇതാണ് ഗൈസ് ഈ ഒരു സാധനത്തിന്റെ ഉപയോഗം എന്താന്നുള്ളത് ഇപ്പഴാ മനസ്സിലായത്. നമുക്ക് ചൂലെടുത്താ മതി. എന്തിന് അതിനായിട്ടില്ലേ. ഇന്ന് ഗൈസ് 9-ാം തീയതിയാണ്, നാളെ 10-ാം തീയതി വരുന്നത്. അപ്പൊ നാളെ നമ്മൾ ഇങ്ങോട്ട് കയറാനാണ് വിചാരിച്ചിരുന്നത്. അതെന്തായാലും നടക്കൂല. കാരണം നാളെ നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരാനുണ്ട്. ഈ മഴ കാരണം നമ്മൾ എല്ലാ പരിപാടിയും മുടങ്ങിക്കാണ്. നാളെ ഇനിയിപ്പോ മഴ ആയാലും ഇല്ലെങ്കിലും നമ്മൾ പണിയെടുക്കും. എങ്ങനെ എന്തേ കാറ്റല്ല അപ്പൊ പറ്റൂലല്ലോ. അത് എപ്പോഴാണ് അറിയാനൊക്കെയല്ലേ. അവിടേക്ക് ഗേറ്റ് അടക്കണം. നമ്മളെ പെരക്ക് സ്വന്തമായിട്ട് ഗേറ്റ് ഉണ്ട്. ഇപ്പൊ തുറന്ന് മലത്തിട്ടാണ് പോവുക നമ്മളെ പെര വായിക്ക്. അപ്പൊ കഴിച്ച് നമ്മളെ പെരക്ക് സ്വന്തമായിട്ട് ഒരു ഗേറ്റ് ഫ്രീ ആയി കിട്ടിട്ടോ. 6 മാസത്തിനുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. 6 മാസം നമ്മള് 6 മാസത്തിനായാലും ഇപ്പൊ നമ്മളെ വരികയില്ല. ഇനി കഴിച്ച് നമ്മൾ ഇതിന്റെ ഉള്ളിലാണ് കാണാൻ പോണത്. പിന്നെ അമ്മ വേറൊരു എന്നാ ഇനി നേരെ ഉള്ളിൽ കയറാം. ഇനി ഉള്ളിൽ നിന്ന് നമുക്ക് ഇറങ്ങിയിട്ട് ബാക്കി പുറത്തത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. വരി. ആയിക്കോട്ടെ, കാല് നിറച്ച് ചെളിയാടാ. ഇതില് വെള്ളം ഉണ്ടാവും. അത് കുഴപ്പമില്ല അമ്മ, കാരണം ഇത് നമുക്ക് തന്നെ പറഞ്ഞിട്ട് കാര്യല്ല. ഇത് വെള്ളം ഉണ്ടാവും. ഇല്ല, ചാവിന്റെ അടുത്തുണ്ട്. കാലി കേൾക്കാന്ന് കാലുമാ ചാലി വെള്ളം നനച്ചിട്ട് നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് കാണിച്ചു തരാം. താക്കോല് ഞാന് ഇവിടെ വെച്ചീനി. കോട്ടരമ്മയാണ് ഗൈസ്. ഇവിടെ നല്ല മണുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ അപ്പുറത്താണ് താക്കോല്. ഞാൻ അപ്പുറത്ത് കൂടെ തുറന്ന അടുക്കളയിൽ കൂടെ കയറേണ്ടി വരും. ഒരു പെര കാണാൻ ആൾക്കാർ വന്ന് തോന്നുന്നുണ്ട്, അതാണ് ഇങ്ങനെ കാണുന്നത്. താക്കോല് അവിടുന്ന് മാറ്റിക്കണേ. എടാ ഗൈസ്, നിങ്ങൾ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഈ കോട്ടരമ്മക്ക് വല്ല മരുന്ന്, കോട്ടരമ്മ പറഞ്ഞ ഈ ചെള്ള് അതിനെ കാണിച്ചു കൊടുത്താ. ഈ സാധനത്തിന് ഇതാ ആയിക്കൂടെ കാണിച്ചു കൊടുക്കുക. ഇഷ്ടം പോലെ എല്ലായിടത്തും കാണിച്ചു കൊടുക്കുക. ഈ കോട്ടരമ്മനെ ഒഴിവാക്കാൻ എന്തേലും എടാ നല്ല മണമുണ്ട് കേട്ടോ. ബാ നമ്മള് ഗൈസ് അടുക്കളയിൽ കൂടെ കയറാണ്. അടുക്കളയിലാണ് അതിന്റെ ചാവി ഉള്ളത്. ഇത് നോക്ക്, അടുക്കളയിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് കേട്ടോ. നമ്മള് വണ്ടി വേണമെങ്കിൽ ഇവിടെ നിർത്തിടാ. അതേപോലെ തന്നെ ഫ്രണ്ടിൽ വേണമെങ്കിൽ നിർത്തിടാ. വണ്ടി അവിടെ നിർത്തിയാ അവിടെ സാധനങ്ങളൊക്കെ വെക്കാനോ. ബൈക്ക് ബൈക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിടാം. കാരണം അങ്ങനെ ഒരു കണ്ടില്ലേ, നല്ലൊരു ഒഴിഞ്ഞൊരു ഏരിയ. അമ്മ അത് നോക്കി, നല്ലൊരു ഒഴിഞ്ഞ ഏരിയ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബൈക്ക് കൂടെ കൊണ്ട് നിർത്തിടാം. കാറ് നമുക്ക് അവിടെ എന്ത് ചെയ്യാം. കിണറൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് പുറത്തൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അതൊരു ആട്ടപ്പേരയാണ്. എന്നാ പേര് മാമ ചുറ്റുപാട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഉള്ളു കണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചുറ്റുപാട് നോക്കട്ടെ മാമ. റബ്ബറൊക്കെ ഉണ്ട് നമുക്ക്. എല്ലാം ഉണ്ട് നമുക്ക്. റബ്ബറൊക്കെ ഉണ്ട്. രാവിലെ നീച്ചിട്ട് വെട്ടാൻ പോയിട്ടോ. അതൊന്നും ഞാൻ ചോദിച്ചില്ല കുഞ്ഞെ, ഞാൻ പറഞ്ഞോന്നുള്ളൂ. എപ്പറിയില്ലേ, അറിഞ്ഞാ മതി. എന്നാ നമുക്ക് ഗൈസ് വാതില് തുറക്കാം. കുറ്റി തുറക്കട്ടോ. മമ്മ തുറന്നാലും ഉള്ളിൽ കയറിക്കോളി. ആദ്യം നമ്മള് വരുന്ന അടുക്കളയിലേക്കാണ്. ഇവിടെ ലൈറ്റ് ഉണ്ട്. ഇതാണ് അമ്മ അടുക്കള. ഇതാക്കണം നോക്കിക്കോളി. അടുപ്പും കാര്യങ്ങളൊക്കെ ഇതാണ് വരുന്നത്. ഉണ്ട് കാട്ടിത്തരാം. വെയിറ്റ് ചെയ്യും. രണ്ടടുപ്പ് അത് നമുക്ക് അടച്ചിടാം. എന്നൊക്കെ ഇപ്പൊ വരും. നമുക്ക് സ്ഥലങ്ങൾ മൊത്തം കാണാം. ഇതാണ് അടുപ്പ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇനി വരും. ഇനി നമ്മള് നേരെ വരുന്നത്
വർക്ക് ഏരിയ അല്ലേ ഇതിന് പറയാ. ഇവിടുത്തെ പ്രശ്നം എന്താ അറിയോ, എക്കോ ഒക്കെ ഇടിഞ്ഞ് ഫുള്ളില് മോണ്ട. നമ്മള് വർത്താനം പറയുമ്പോ ഫുള്ള് എക്കോ ആക്കിരോ. ഞാൻ പറയുന്ന ഇങ്ങോട്ട് തന്നെ കേൾക്കണില്ലേ? ആ അത് മനസ്സിലായോ? വർക്ക് ഏരിയ പുറത്തേക്ക് പോകാഞ്ഞിട്ടേ പുറത്തേക്ക് പോകാഞ്ഞിട്ടേ ജനൽ പറഞ്ഞാൽ മതി. അത് നമുക്ക് തുറന്നിടാം ഗൈസ്. ഇവിടെ നമുക്ക് കുറെ സാധനങ്ങളൊക്കെ കേട്ടോ, കുറെ സ്പേസ് കിട്ടിയിരിക്കണേ. ഇത് നീ വാ, നമുക്ക് ഹാളിൽ കിടക്കല്ലേ. ആ ഇത് സ്റ്റോർ റൂമാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു റൂമും ആക്കാം. ഇവിടെ ലൈറ്റ് ഇല്ല. ഇത് ചെറിയൊരു റൂമാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ റൂം ആക്കണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോർ റൂമായിട്ട് അങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. കുറെ സാധനങ്ങളുണ്ട് നമുക്ക്. അല്ലാത്ത റൂമുകളെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം, ഓരോന്നോരോന്നായിട്ട് കാട്ടിത്തരേ. എന്നാ പേര് ഇനി നമ്മളെ നേരെ കിടക്കുന്നത് ഹാൾ കിടമ്പ. അവിടെ മുമ്പിൽ കിടക്കല്ലേ? ഞാനാ മുമ്പിൽ കിടക്കണ്ടേ? ഞാനല്ലേ കാട്ടിത്തരാണ്. ശരി, ലൈറ്റ് ഇല്ലല്ലേ? ലൈറ്റ് നമുക്ക് കൊണ്ടുവന്നാ മതിയില്ലടാ. അവിടെ ആ അങ്ങനെ അത് കിട്ടി. ഇത് ഒരു ഓക്കെ. ഇതാണ് ഗൈസ് നമ്മളെ പേരാന്ന് പറയുന്നത്. ഉമ്മ ഹാളെങ്ങനെയുണ്ട്? ഹാളെന്താ അവസ്ഥ? ആള് നല്ലൊരാള്. എങ്ങനെയുണ്ട് ഹാളെങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്, സന്തോഷമായി. നമുക്ക് ഇങ്ങനെ ഒരു പെര ഉണ്ടാക്കണം. ഇങ്ങനെ ഒരു പെര ഉണ്ടാക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് സെറ്റ് ആക്കാം എല്ലാ സൗകര്യവും. ഇത് പറഞ്ഞ എങ്ങനെ ഇതൊരു ബെഡ്റൂം. എങ്ങനെ ആരോ ഗൈസ് ഇത് ഈ കോട്ടറിമിന്റെ സ്മെല്ല് പോകാൻ നിങ്ങൾ എന്തേലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. നമ്മൾ റൂം സ്പ്രേ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ഇന്നലെ കുറേ വന്ന് അടിച്ചിനി, എന്നിട്ട് നിൽക്കണില്ല. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടെങ്കിൽ ഇത് നമ്മൾ ഇന്നലെ പൈസ കൊടുത്ത് വാങ്ങിയത്. അതൊക്കെ റൂമിൽ സ്മെല്ല് നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതൊന്നും അടിച്ചിട്ട് കാര്യമില്ല. നല്ല സ്മെല്ലുണ്ട് അവിടെ, നല്ല സ്മെല്ലുണ്ട്. ആ എന്നാ ജലദോഷിക്കാരം. നമ്മ അങ്ങോട്ട് വരി, അങ്ങോട്ട് പോവാ. ഇത് ഞാൻ കാണിച്ചു തരുന്നതിന് മുമ്പ് ആദ്യമേ അങ്ങോട്ട് കയറി പോക്ക് തുടങ്ങിക്കണം. ഇങ്ങോട്ട് വരി. എന്താ കണ്ണില് ഇതാക്കണേ? മണേ മണോ? അപ്പൊ നിങ്ങൾക്ക് കോട്ടരമന്റെ മണം ഇഷ്ടം? അല്ലടാ, എല്ലാ മണം തന്നെയല്ലേ. ഇനി അടുത്തത് ഗൈസ്, ഇതാണ് നമ്മളെ അനുവിന്റെ റൂം വരുന്നത്. ഇതാണ് നമ്മളെ ചെറുക്കന്റെ റൂം വരുന്നത്. നല്ല അടിപൊളി റൂമാണ്. നല്ല റൂം, നല്ല റൂം, നല്ല വീതിയും വലിപ്പം നോക്കി എന്തേ മണത്തിട്ടാണ് കേട്ടോ കേറാക്കണത്. ആ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ല സ്മെല്ലുണ്ട്. ഇത് തുറന്ന ജനല്. എന്റെ റൂം അടിപൊളിയല്ലേ? അടിപൊളി. ഇനി നമുക്ക് വേറെ റൂമുകൾ കാണാൻ കിടക്കുന്നുണ്ട്. ഇത് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഷെൽഫ്. ഇവിടെ ഇന്നലെ കുറെ കോട്ടരമുണ്ടെങ്കിൽ ഞാനും മോണ്ടനും കൂടി വന്നിട്ട് അത് മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ക്ലിപ്പ് നമ്മൾ എടുത്തിട്ടില്ലേ, അത് ഇതിൽ ആഡ് ചെയ്തിട്ടാ കേസ്. കോട്ടരം എത്രത്തോളം ഉണ്ട് അതിന് അത് കണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ രണ്ടാളും പെര ക്ലീൻ ആക്കാൻ വേണ്ടി ഒന്ന് തന്നാണ്. അപ്പോഴാണ് ക്ലീൻ ആക്കിക്കൊണ്ട് തന്നെ നമുക്ക് കോട്ടരം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. ഇതാണ് ഞങ്ങള് അലമാര നീക്കിയത് ജി. അലമാര നീക്കി നോക്കിയപ്പോ ഇത്രത്തോളം കോട്ടരമുണ്ട്. ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ഇമ്മാനി ഇമ്മമാനി കൊണ്ടുവരാനുണ്ടെങ്കിൽ ഓർക്ക് കാണുമ്പോ ഒരു ചടപ്പേക്കാരം. എന്റെ റൂമിന് മറ്റേ വാർത്ത ഈ ഇതില്ലേ റാക്കിന്റെ മുളക് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ അപ്പൊ കൊണ്ടുപോയി മുന്നേ കെട്ടി കൊടുത്തു മുന്നേ. അപ്പൊ ഈ കാണാണ് ഇന്റെ റൂം വരുന്നത്. ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ ഇനി വരും, നമുക്ക് അടുത്ത് നോക്കാം. വരും. ഇനി നമ്മള് നേരെ പോകുന്നത് ബടാ നേരെ പോകാൻ പോണത് മോണ്ടന്റെ റൂം കയറാം. എന്നിട്ട് ലാസ്റ്റ് ബരി കയറല്ലേ? ബാ ഇതാണ് ഗൈസ് മോണ്ടന്റെ റൂം വരുന്നത്. ഇവിടെ ലേറ്റ് ഇല്ല. ബാ ഇതാണ് മോണ്ടന്റെ റൂം വരുന്നത്. ഇവിടെ ആകുമ്പോ മോണ്ടന്റെ ചെറിയൊരു ഇതുണ്ട് കേട്ടോ, ചെറിയ സംഭവം ഉണ്ട്. ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. നോക്കിയാ രണ്ടെണ്ണം ഉണ്ട്. ഇന്ത്യയില് അതില്ല ഗൈസ്, ഇന്നെ പറ്റിച്ചു. മോണ്ടൻ കണ്ടറിഞ്ഞെടുത്തു. പിന്നെ ഗൈസ് മോണ്ടന്റെ കേറി വരുന്നിടത്തില്ല റൂമായോണ്ട് തന്നെ സുഖാണ്. കാണാലോ, അതിനെ പുറത്തേക്ക് എപ്പോഴും കാണാലോ. ഓണ്ടിന് റൂം ആണെന്നുണ്ടെങ്കിൽ നോക്കി കുത്തിരിക്കാം. ഇനിയിപ്പോ പ്രശ്നമല്ലേ റേഞ്ചിന്റെ ഒരു കാര്യത്തിലാണ്. പിന്നെ ഗൈസ് വൈഫൈന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. വൈഫൈ നമുക്ക് ഈ ഭാഗത്തേക്ക് ഇല്ലാന്നാ പറഞ്ഞേ. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു പരിഹാരം കാണണം. കാരണം നമുക്ക് വീഡിയോ അപ്ലോഡും കാര്യങ്ങളൊക്കെ വരുമ്പോ കുറച്ച് ടാസ്ക് ആരില്ലാന്നുണ്ടെങ്കിൽ ഗതിയുടെയൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലേ? ഇതാണ് അങ്ങനെ മോണ്ടന്റെ റൂം വരുന്നത്. ഇഷ്ടപ്പെട്ടോ? ഓഹോ ഇഷ്ടപ്പെട്ടു, അടിപൊളി. ഇനി നമുക്ക് വേറെ രണ്ടാൾക്കാരുടെ റൂം കൂടിയും കാട്ടിത്തരാം. അവാ അടുത്ത റൂം വരുന്നത് ഇതാണ് ഗൈസ്. നേരെ മോണ്ടന്റെ റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള റൂം ഇതാണ്. ഇമ്മാന്റെയും ഇമ്മമാന്റെയും റൂം വരുന്നത് ഇതാക്കണേ. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇതാണ് ബാത്റൂം വരുന്നത്. അവിടെ ഇതുണ്ടോ? ആണ്ടുണ്ട്, ലൈറ്റ് ഉണ്ട്. ഇതൊക്കെ ഒറ്റക്ക് പോയി നോക്കണേ. ഹലോ, ഞാനെന്നില്ല ഒരാളുണ്ട് ഇവിടെ കാട്ടി തരാൻ നിക്ക്. അപ്പുറാളെ പടല്ലേ ഗൈസ്. രണ്ട് അലമാര ഉണ്ട് ഇവിടെ. രണ്ടെണ്ണുള്ളൂ.
രണ്ടെണ്ണം മൂന്നെണ്ണോ ആ 3 അലമാര ഉണ്ട് ഗൈസ്. അതുകൊണ്ട് നമുക്ക് പെരിയുന്ന അലമാര കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം സാധനങ്ങൾ മൊത്തത്തിലുണ്ട്. എന്നാലും കുഴപ്പമില്ല അല്ലേ? പെരീന്ന് അലമാര എടുക്കൂല. അതൊക്കെ മൊത്തം ചമ്മന്തി ആക്കല്ലേ. അതൊക്കെ നമുക്ക് കൊണ്ടുപോകാം. ഇതൊക്കെ നമ്മക്കാണ് നമുക്ക് സാധനങ്ങൾ വെക്കാം. വാടകയ്ക്കല്ല എന്തായാലും. പിന്നെ ഗൈസ് മുകളിൽ ഇങ്ങനെ ഒരു സുന ഉണ്ട് കേട്ടോ. ഇതിനാണെന്നുണ്ടെങ്കിൽ ഇമ്മമാക്ക് കയറി കിടക്കാം. സാധനങ്ങളൊക്കെ വെക്കല്ലേ എന്തേലൊക്കെ. അപ്പത്തിനാണ് സാധനങ്ങളുണ്ട് കേട്ടല്ല പരിപാടി. ഇതാണ് ഗൈസ് ഇമ്മാന്റെ ഇമ്മമാന്റെ റൂം വരുന്നത്. ഇനി നമുക്ക് ബാത്റൂം പരിചയപ്പെടാം. ഇതാണ് ബാത്റൂം. ബാത്റൂമിക്ക് ലൈറ്റ് ഇല്ല തോന്നുന്നു. ഇല്ല ഇതിവിടെ ഇന്നലെ മറ്റേ ഇത് വെച്ചോണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ സ്മെല്ല്. ഇത് ഇന്നലെ നമ്മൾ വാങ്ങിക്കൊണ്ടെന്നാണ് ഈ ഒരു സാധനം. മണത്തിന്റെ സാധനം, നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട്. യൂറോപ്യൻ ക്ലോസറ്റ് ആണ് വരുന്നത്. ഇനിയിപ്പോ യൂറോപ്പിൽ നിന്നുകൊണ്ട് നമുക്ക് കക്കൂസിലിരിക്കാം. ഷവർ ഉണ്ട്, മഴ കൊണ്ട് കഴിച്ച് നമുക്ക് കുളിക്കാം. അതെ, അതേപോലെ തന്നെ ഇവിടെ നമുക്ക് മിറർ ഉണ്ട്. നമ്മ അങ്ങോട്ട് വരെ, ഇവിടെ വരെ ഒരു സാധനം കൂടി കാട്ടിത്തരാം. ഇനി നമ്മക്ക് ഇത് പരിചയമില്ലാത്ത നിലാണ്, വെള്ളം തട്ടി പൊക്കുന്നൊക്കെയാണ് നമ്മൾ. അതല്ല ഇത് വേട്ടാളിന്റെ കൂടെ ഇട്ടിട്ട് ഇത് കണ്ണാടിയാണ് മമ്മ. ഇത് നമുക്കൊന്ന് കേക്ക് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ഉണ്ടാവും കാണാന്. കണ്ണാടിയാണ്, നമുക്ക് കണ്ണാടി കണ്ടു കുളിക്കാം. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ല? കണ്ണാടി കണ്ട് കുളിക്കാനല്ല സോറി. ഡ്രസ് മാറാൻ വലിയ അലമാരിയും കണ്ണാടി. ചെറുതാണ്. ആണോ? അപ്പൊ കുഴപ്പമില്ല. എന്തായാലും കേസ് നമുക്ക് ബാത്റൂം കിട്ടി. ഇനി എന്തല്ലേ, ഇനി മറ്റൊക്കെ നമ്മള് കാട്ടി കൊടുത്തല്ലേ. ഇവിടെ ഹാള് കാട്ടി കൊടുത്തു. ഇനി ബാക്കി മൊണ്ടം തരും. അപ്പൊ ഗൈസ് ഇത്രയൊക്കെയാണ് നമ്മളെ പെരന്റെ ഉൾഭാഗത്ത് വരുന്നത്. ഇനിയിപ്പോ കാര്യമായിട്ട് ഉള്ളിലൊന്നുമില്ല. പിന്നെ നമുക്ക് കൈ കഴുകാനായിട്ട് ഗൈസ് ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട്. അത് നമുക്ക് വലിയ കിട്ടില്ല. ഇവിടെ ഇട്ടിട്ട് നമുക്ക് വലിയ ഫിറ്റ് ചെയ്തില്ലേ. വെള്ളം വെള്ളം എന്താ മട്ടെന്ന് അറിയില്ല കേട്ടോ. നമ്മള് വന്നിട്ട് ആദ്യത്തെ വെള്ളം വരും. ആര് കുടിച്ചിന്? പിന്നെ കിണറാണ് തേകിയ കാണാ. പൊട്ടത്തിനും പറയില്ലേ കിണറ്. ബാ പുറത്തേക്ക് വരാം. ഇതിനുള്ള ആകെ ഒച്ചയും വിളിയാണ്. അത് ഏറ്റവും പിന്നെ ഓഫ് ആക്കാം. നമ്മള് എങ്ങനെ ഈ വർത്താനം പറയാ എടാ? നമ്മളെങ്ങനെ ഈ വർത്താനം പറഞ്ഞ നമ്മള് പറഞ്ഞ ആകെ വരമ്പക്കല്ലേ, പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. അത് കഴിച്ച് ഇനിയിപ്പോ അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ അറിയുമ്പോഴേ ഈ സൗണ്ട് അത് നമ്മളെ പെരിയിലെ സാധനങ്ങളൊന്നും അധികം ഇല്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കുത്തി നിറച്ചിട്ട് വേണം ഈ സൗണ്ട് ഒന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാല് ഇതിത്തെ വെള്ളം നല്ലതാണ്. കാരണം ഓലി ഇടയ്ക്കിടയ്ക്ക് ആ ഷീറ്റിന്റെ ഇതിനൊക്കെ ഇവിടെ മോട്ടർ അടിക്കലുണ്ട്. അപ്പൊ വെള്ളം നല്ലതാണ്. നമുക്കുള്ള ചടങ്ങ് പറഞ്ഞു കഴിഞ്ഞാല് ടാങ്ക് ഓല് ഏകദേശം ഒരു 4 മാസമായി ഇപ്പൊ ഇവിടുന്ന് ആൾക്കാർ താമസമായി മാറിപ്പോയിട്ട്. കാരണം ഇത് വിൽക്കാനുള്ള സ്ഥലമായതുകൊണ്ട് ആൾക്കാർക്ക് അങ്ങനെ വാടക കൊടുക്കണില്ല. ഇനി പിന്നെ നമ്മൾ സംസാരിച്ചിട്ടാണ് കഴിച്ച് നമുക്ക് ഈ ഒരു വാടക പേര് കിട്ടിയത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് ടാങ്ക് ക്ലീൻ ആക്കാനുണ്ട്. ആ ഒരു പണി തന്നെ ഉള്ളൂ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നിങ്ങൾക്ക് ചോറും കൂട്ടാക്കാനും ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. കരിയേപ്പ്, മുരിങ്ങ, ചക്ക, മാങ്ങ, ചാമ്പക്ക, പിന്നെ ഇനിയിപ്പോ എന്താ പറയാ കൊടംപുളി, വൈതനങ്ങ, അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കഴിച്ച് ഇത് ഏതോ കൃഷി ഫാമത്തെ ഏതോ ആളെ പെരയാണ് തോന്നുന്നത്. കാരണം എല്ലാ മരങ്ങളും ഉണ്ട്. ഇതൊക്കെ തെങ്ങ്, ചമ്മന്തി അരക്കാൻ തേങ്ങ വെക്കണ്. ഇനി വെക്കണതാ ഇതെന്താ ഇതിന്റെ പേരെന്താടാ? റംബുട്ടാനാണ് തോന്നുന്നുണ്ട്. റംബുട്ടാണെങ്കിൽ റംബുട്ടാന്. പിന്നെ ഇതൊക്കെ ചിക്കുവിന്റെ മരം. അടുത്ത് വെക്കണ അവിടെ മാങ്ങ മൂച്ചി. പിന്നെ വെക്കണ് ഇമ്മമാക്ക് ടൈം വെറുതെ ഇരുന്ന് ബോറടിക്കണ്ടെന്നുണ്ടെങ്കിൽ ഡബർ വെട്ടാൻ തക്കണ്. ഇത് എത്ര 1.5 ഏക്കർ ഗൈസ്? 3.5 ഏക്കർ. 3.5 ഏക്കർ ഫുള്ള് കാടാണ്. ഇമ്മമ്മ വേണമെങ്കിൽ നടന്നിട്ടോ എങ്ങനെ ആണെങ്കിലും വെട്ടിക്കോളി. പിന്നെ അടുത്ത് പറയാനായിട്ട് ബാടാ ഇവിടെ വാ. അവിടെ വെക്കണേ ചക്കയും ചക്കക്കൂട്ടാനും പറഞ്ഞ് നടക്കുന്ന ടീമിന് ഗൈസ് ഇതൊക്കെ ഇഷ്ടം പോലെ ചക്ക വെക്കണേന്. ഇഷ്ടം പോലെ ചക്ക ഉണ്ട്. അപ്പുറത്തും ഇഷ്ടം പോലെ തെങ്ങുണ്ട്. പിന്നെതാ ഇത് എന്തിനുള്ള പൊട്ടക്കിണറാന്ന് അറിയില്ല. ഇവിടെ കഴിച്ച ഒരു പൊട്ടക്കിണറുണ്ട്. അതില് വേസ്റ്റൊക്കെ ഇടിയേക്കാം. അത് വേറെ ആളതാണ്. നമ്മക്ക് അങ്ങോട്ട് ഇതില്ല. അവിടെ പൊട്ടക്കിണർ ഉണ്ട് വിചാരിച്ചിട്ട് ഉമ്മമാരുടെ മനസ്സിൽ ഇപ്പൊ വന്ന എന്താ അറിയോ, നമുക്ക് അങ്ങോട്ട് വേസ്റ്റ് കൊണ്ടുപോയിടാന്ന്. ആ വേസ്റ്റ് പറ്റൂല. കാരണം അത് വേറെ ആൾക്കാർ തൊടുവാണ്. നമുക്കുള്ളത് ഇതാണ് തന്നിക്കണോല്. നമുക്കൊക്കെ അയാളുടെ. പക്ഷെ നമുക്ക് അത്ര ഒന്നുമില്ല. നമുക്ക് ആകെ പെരയും പിന്നെ ഈ കുറച്ച് സ്ഥലം അത്രേ ഉള്ളൂ. എന്നാ ബാ ഇനി നമുക്ക് പെരന്റെ ചുറ്റുപാട് എങ്ങനെ ഉണ്ട് കണ്ട് കാണാം ഗൈസ്. ഗൈസ് നമുക്കിതാ ഇവിടെ വന്ന് കേറുന്നവർക്ക്
കാല് കഴുകാനായിട്ട് ഇവിടെ ഒരു പൈപ്പ് ഉണ്ട് കേട്ടോ. ആ കോല് ഇന്നലെ നമുക്ക് സെറ്റാക്കി തന്നാണ് പൈപ്പ്. പിന്നെ കിണർ അടിപൊളി കിണറാണ്. പിന്നെ പുറത്തത്തെ ബാത്റൂം ഗൈസ് വലിയ കോണല്ല, കാരണം അവിടുത്തെ ബാത്റൂം ഞാൻ ചെരുപ്പ് നിട്ടിട്ട് കാണിച്ചു തരാം. നമുക്കേ കേക്ക് ഞങ്ങൾക്കൊരു അത് നല്ല പണിയുണ്ട്. ബാ അത് കണ്ടിട്ട് നിങ്ങൾ കേൾക്കുമല്ലേ എന്ന് പറയും. അത് ആദ്യം കാണി എന്നിട്ട് കേക്ക് നന്നാക്കുമല്ലേ പറയും. ഓ നോക്ക്, ഇതാണ് ഈ കോട്ടരമാറിന സാധനം കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. കിണർ എന്ന് പറഞ്ഞാൽ നല്ല ആഴത്തേക്ക് ഉണ്ട്. ആ അമ്മയ്ക്ക് നോക്കിയാൽ കാണൂല. നല്ല ആഴത്തേക്ക്. ഇതാണ് നമ്മളെ, ഇത് സാധാരണ നോർമൽ ബാത്റൂമാണ്. ഇതാണ് ഒരു ബാത്റൂം. ആ പക്ഷെ കുളിമുറി ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ എന്താ നേരത്തെ പറഞ്ഞപ്പോ നന്നായിക്കോളെ പെട്ടെന്ന് ബാത്റൂം തിരുമ്പാങ്കല്ല് ഉള്ള സ്ഥലമുണ്ട്, തിരുമ്പാനുള്ള സ്ഥലമുണ്ട്. ആ റാട്ടപ്പേരെ നമ്മളതല്ലാന്ന് തോന്നുന്നുണ്ട്. അല്ല അടുത്ത ചക്കമരം അതൊക്കെ ആയിക്കോട്ടെ. കുളിച്ചാന് പിന്നെ കുളിമുറി നന്നാക്കാൻ പറ്റൂല, നന്നാക്കേണ്ടി വരും. കുളിച്ചാന് അപ്പൊ ഉള്ളില് കാണിച്ചത് എന്താണ്? അത് പിന്നെ എന്താ കരുതി എ സി റൂമോ? നല്ല ടീമാ. എടാ പിന്നെ നമുക്ക് മീനിനെ വളർത്താൻ വേണ്ടി ഇടുമ്മ വെക്കണേ. ഇതൊരു ചെറിയ കുളമാണ്, ചെറിയൊരു ടാങ്കാണ്. മീനെ വേണമെങ്കിൽ നമുക്ക് വളർത്താം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗമുള്ള ഒരു കാര്യമാണ്, ഇവിടെ നമുക്ക് വാഷ് ബേസ് എന്താ പിന്നെ വാഷ് മെഷീൻ വെക്കാനുള്ള സ്ഥലമാണിത്. നമ്മള് മെഷീൻ വെച്ചോളെ, മെഷീൻ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്ഥലമാണ്. ഇതാക്കണേ ഇതെന്താ ഇവിടുന്ന് വെള്ളം ഇവിടെ വെച്ചാൽ ഇവിടെ ഇതിനു മുമ്പ് കഴിച്ച് താമസിച്ച ആള് ഒരു ക്രിസ്ത്യനാണെന്നാ തോന്നുന്നത്. കാരണം യേശുവിന്റെയും ഓരോ ദൈവങ്ങളെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അല്ല എന്നാ ബാ ഇനിയാണ് നമ്മളെ മെയിൻ ഹൈലൈറ്റ് വരാൻ പോണത്. നിങ്ങൾക്ക് അറിയാം ഇത് മഴക്കാലാണെന്ന്, അപ്പൊ അതിന് പറ്റിയൊരു ഫീച്ചേഴ്സ് ഉണ്ട് നമ്മളെ പെരയില്. ഇതും നമ്മളെ പെര മയക്കണ പാറയാണ് ഫുള്ള്. അപ്പൊ കേറി മണ്ടുമ്പോ ശ്രദ്ധിച്ചോണ്ടി. അതാ വെള്ളക്കുപ്പി ഞാൻ ഇത് അവിടെ പൊളിഞ്ഞാടിന്ന്. ഇത് കാണിച്ചു കൊടുക്കടാ. ഇതാണ് കോട്ടരമ. വർഗുണ്ടാക്കുക മുട്ടി അങ്ങോട്ട് കൊണ്ടുപോയി വർഗുണ്ടാക്കാൻ നിക്കല്ലേ. അങ്ങോട്ട് വരി. അത് ആരല്ല പെരീക്കല്ല ഇനി പോവാനുള്ളത്. ആ ഉമ്മയും മമ്മിയാണ് കേറിക്കാണി, ശ്രദ്ധിച്ച് കേറി. പാറയാണ്, ഞാൻ കയറൂല. ഞങ്ങൾ രണ്ടാളും കൂടെ കേറി. ഇമ്മമ്മത് കേറാനുള്ള സ്ഥലാണ്, ശ്രദ്ധിച്ച് കേറി. വൗക്കല്ലേ എടാ എനിക്ക് മുമ്പ് പോവല്ലേ. ബാക്ക് പോയി. ഇത് ബുഗല്ലേ മമ്മ നോക്കി കേറിയേ. പോട്ടെ പോയിക്കോട്ടെ. ആ കേറി. ഇതുമ്മന്ന് കൈ പിടിക്കേണ്ട ആവശ്യമില്ല, സ്റ്റെപ്പല്ലേ കേറി അങ്ങോട്ട്. നിലം പൗക്കോ. ആ നീ രക്ഷപ്പെട്ടു, ഞാൻ കേറിക്കോളെ. ആ കേറി ഉമ്മ നിക്കല്ലേ പോയി. എന്താ ഇത്? എത്ര തുണിയാള് വേണമെങ്കിലും ഇടോ. തുണിയാളോ സമാധാനായി. തിരുമ്പി തിരുമ്പി നമുക്ക് അങ്ങോട്ട് ഇതാക്കാം. തിരുമ്പ മേളില് കൊണ്ടുവന്നിടാം. അതാണ് നമ്മളെ പരിപാടി. വരുന്ന വജ്ജ് എന്താ ഇനിയിപ്പോ ഇത് കൂടുതൽ സൗകര്യമുള്ള വയ്യ അതാണ്. അതല്ലടാ ആ അവിടെയൊക്കെ ചക്കേ ഇവിടുന്നിടാ. ഇമ്മമ്മ കാഴ്ച ഇതിന് മേപ്പെട്ട് കയറിയത് തുണിയാളെ ഉണക്കാനല്ല, എങ്ങനെ ഇതിന് മേളിന് സിമ്പിൾ ആയി ചക്കടാം. അതല്ല ഞാൻ ഇപ്പൊ കണ്ടപ്പോ പറഞ്ഞോളൂ. ചക്കമരം ചക്കമരം എടുത്ത് തന്നെയാണ് ഗൈസ്. മമ്മ പറഞ്ഞതില് കാര്യണ്ട്. സംഭവം നല്ല അടിപൊളി. കാരണം എന്താ പറയുക, ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഈ ഒരു സംഭവം. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണത്തിൽ ഒന്നാണിത്. കാരണം മഴക്കാലത്ത് നമ്മൾ ഏറ്റവും നേരിടുന്ന ഒരു പ്രശ്നമാണ് നനഞ്ഞ തുണികൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട്. കാരണം കരിമ്പൻ അടിച്ചെടുത്തൊക്കെ നമുക്ക് അവിടെ ഉണങ്ങാൻ സ്ഥലമല്ല. നിങ്ങൾ തന്നെ കണ്ടിടും വീഡിയോയില് നമ്മള് അടുപ്പിന്റെ അവിടെയാണ് സെഡിയും ട്രൗസറും. ഇപ്പോഴും കൂടി ഇട്ട് കാണാൻ പോകുന്നത്. അതന്നെ പറഞ്ഞേ.
ഞാൻ കെട്ടിയിടില്ല ഞാൻ കെട്ടിയിടില്ല. അയലേ ആ. ഇങ്ങനെ ഇങ്ങോട്ടോ കെട്ടി ഇഷ്ടംപോലെ ഇതാ. സ്പൈഡർമാൻ വളരണ മൈക്ക് അങ്ങോട്ടും അങ്ങോട്ടും ഏവിക്കൂടെ കിട്ടോളി. നിങ്ങൾ ചീത്ത അറിയില്ലല്ലോ. ഏയ് ഇവിടെ നല്ല ഒഴിഞ്ഞ ഏരിയ ഉണ്ടല്ലോ. നമ്മള് മൈൻഡ് വെക്കൂല. കാരണം ഇവിടെ അതിന് ഇതാക്കേണ്ട ആവശ്യമല്ല. കാരണം എന്താ അറിയോ, മറ്റെന്താ അറിയോ, നമ്മളെ മറ്റേ പേരിന്റെ മുമ്പിലാണ് കേറി വരുന്നോട് തന്നെ അയലാണ്. നിങ്ങളെ ആലോചിക്കുക, ആദ്യം ഒരാൾ കേറി വരികയാണ് പേരിക്ക്, മുമ്പ് തന്നെ സെഡിയൊക്കെ നാലെങ്ങനെ നിരത്തി നിന്നിട്ട് എങ്ങനെ ഉണ്ടാവും? ഇതിന് മുകളിൽ നമുക്ക് എന്തുവാണെന്നുണ്ടെങ്കിൽ കാട്ടോ കുഴപ്പമില്ലല്ലോ. ഇവിടുന്ന് താഴത്തേക്കുള്ള വ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി, നിങ്ങൾ നോക്കി താഴത്തേക്ക് എന്ത് രസാ കാണാനൊക്കെ. ഇങ്ങനെ എന്തായിട്ടേ അതിങ്ങനെ കുറച്ച് താന്ന് നിക്കണ്. അത് നമുക്ക് ഒഴിവാക്കാം. ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഇമ്മ പറഞ്ഞു കണ്ടു, ഇവിടെ കുറച്ച് ചെമ്മരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ക്ലീൻ ആക്കണം, അത് സെറ്റ് ആക്കണം. ഇങ്ങനെ സംഭവം നല്ല രസമുണ്ട്, നല്ല അടിപൊളി. മമ്മ എങ്ങനെയുണ്ട്? ഇവിടെ ഇരിക്ക്. എന്താ അങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇനി എന്താ അതിലും വലിയ പറയാന്. സംഭവം ഇല്ലല്ല, ഞാൻ പിടിച്ചു. സന്തോഷം സന്തോഷം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാ ഇഷ്ടം തന്നെയാണ്. ഇനി തീരെ ഇഷ്ടപ്പെടാൻ അതന്നെയാണ് ഗൈസ്. മമ്മക്ക് പെരുത്തേരി ഇഷ്ടപ്പെട്ടു. ഞാൻ വരുന്ന ഇവിടെ എത്തണ വരെ അവിടെ ഞാൻ കാര്യമാണ്. സത്യം പറഞ്ഞ നിങ്ങൾ ആന ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ പറഞ്ഞു ഉദരകുളത്ത് കാണുക. അപ്പൊ തുടങ്ങിയ ബേജാറായി, അറ്റാക്ക് ആവുന്നൊക്കെ കരുതി. പേടിച്ചാണ് ഇതേണ്ടത്. മലയാണ് ആകെ ഉണ്ടോ ആദ്യമൊന്നും ഇല്ലാതെ ആകെ പിന്നെ അങ്ങോട്ട് ഒരു ആട്ടം നിൽക്കില്ല. ഇതിലൊന്നും ആന വരില്ല ഗൈസ്. നല്ല ഏരിയ പന്നിയൊക്കെ ഉണ്ടാവും. പന്നി ഉണ്ടാവും, കുഴപ്പമുണ്ടാവില്ല. ഇനി ഗൈസ് നിങ്ങൾക്ക് ഇതിന്റെ ബാക്ക് പറഞ്ഞ എങ്ങനെയാണ് ഇവിടെ വരും മമ്മക്ക് കാട്ടിത്തരാം. അതായത് നമ്മളെ പേരുടെ മുകളത്തെ കുന്നും വായിക്കാനാണ് ഇവിടെ കണ്ടോ. മുകൾക്കൊക്കെ റബ്ബർ തോട്ടാണ്. ഏകദേശം 3.5 ഏക്കറുണ്ട് മൊത്തത്തില്. ഇതിൽ പെട്ട തന്നെയാണ്. ഇതിൽ പെട്ടത് തന്നെയാണ്. ഇത് ഓല സ്ഥലം തന്നെയാണ് കൈ കണ്ടോ. മോൾക്കൊരു കുന്നിങ്ങനെ. ഇത് മറ്റേ കൊടംപുളിന്റെ മരം ഉണ്ട് ഗൈസ്. അതേപോലെ ആക്കണ് അടുത്ത ചക്കമരം എന്താക്കണ് ഇവിടെ. അതിന്റെ അപ്പുറത്താക്കണ് വേറെ ചക്കമരം ഇഷ്ടം പോലെ ഉണ്ട്. തേങ്ങയുണ്ട് ഇഷ്ടം പോലെ. കൊണ്ടുപോയില്ലേ? അതൊക്കെ ഓല് കൊണ്ടുപോകും. നമ്മളോല് കൊണ്ടുപോകുമ്പോ നമ്മളോട് ചോദിച്ചും കക്കരണ്ടെണ്ണേ വാടാപ്പരിയില് ഓല മുതലാണ്. ഓല മുതൽ ഓരോരുത്തർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. നമുക്കൊന്ന് ചോദിച്ചോക്കെ തേങ്ങ ചക്ക തരുമോന്ന്. അല്ലാതെ ഓല മുതൽ നമുക്ക് എടുക്കാൻ പറ്റൂല. മമ്മല്ലേ മമ്മ എങ്ങനെയൊക്കെ ചോദിച്ചു വാങ്ങിക്കോളും. ഞാൻ വാങ്ങും. ഒരു ചക്ക തേങ്ങയൊന്നും ചോദിച്ചു അത് നമുക്ക് മോശമാണ്. അതൊക്കെ നമുക്ക് മോശം. തേങ്ങയൊക്കെ ചോദിച്ചു ചക്ക തരുമെന്നൊക്കെ ചോദിച്ചു. അത് പറഞ്ഞിട്ട് തേങ്ങ വേറെ. നമ്മളെ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനമാണ് കേട്ടോ. അതായത് ചിമ്മിനിന്റെ നേരെ മുകളിലാണ് വരുന്നത്. ഇതാണ് നമ്മളെ വള്ളത്തിന്റെ ടാങ്ക്. കണ്ടോ, ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. ഞങ്ങൾ ആദ്യം വിചാരിച്ചേ ഇതെങ്ങനെ ഇറങ്ങി ഈ കൂടെ കടന്നിറങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ മോള് പൊളിച്ചിറങ്ങണം എന്നൊക്കെ. പക്ഷെ അങ്ങനല്ല. ഇവിടെ എന്താ അറിയോ, ഒരു വേറൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കണ്. കാട്ടിത്തരാം. ഇവിടെ കണ്ടോ ഒരു ഓപ്പണർ ഉണ്ടാക്കി വെച്ചിരിക്കണ്. ഈ സാധനം കണ്ട് വലിച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ ചെറിയൊരു തടവുണ്ട്. ഇങ്ങോട്ടെ ആക്കില്ല ഇനി സോറി അത് തുറക്കാനാണോ? ഇതാണ് ഗൈസ് സംഭവം. ഇതാണ് ഗൈസ് വള്ളം പറയുന്നത്. കണ്ടോ, വാട്ടർമീൻ കാര്യങ്ങളൊക്കെ. ഓ വള്ളത്തിന് കോഴ നോക്കി വളരെ മോശമാണ്, ദയനീയ അവസ്ഥയാണ്. അപ്പൊ നമുക്ക് റെഡിയാക്കി എടുക്കാം. പൈപ്പ് ഉണ്ടാവുക തുറന്നു വിട്ടുകാണ്ടേ. കുടിക്കാൻ വെള്ളം നമുക്ക് എന്താ പണിയാവുക അത് നോക്കി നോക്കാം. ഓരോട് ചോദിച്ചോക്കാം. കുടിക്കാൻ എന്താ വെള്ളം കാട്ടിൽ ഓരോട് ചോദിച്ചോക്കാം. കുടിച്ചാണെങ്കിലേ ഇതൊക്കെ മോട്ടർ അടിച്ചുമ്പോ ഉള്ളിന്ന് എടുക്കാനുള്ള സൗകര്യം അങ്ങനെ ഒരു പൈപ്പ് ചിലപ്പോ ഉണ്ടെങ്കിൽ നോക്കുക. അത് നോക്കാം. അടുക്കളയില് ഡയറക്റ്റ് മോട്ടർ ഉണ്ടാകലുണ്ട്. എടാ മോട്ടർ അടിച്ചുമ്പോ തന്നെ ഒരു പാത്രത്തിക്ക് വെള്ളം പിടിച്ചേക്കുക. അങ്ങനത്തെ സൗകര്യം ചില പരിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കുടിക്കുന്ന വെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ട്. അത് നമുക്ക് ഓരോട് ചോദിച്ച് മനസ്സിലാക്കാം. എന്നാ മുകളിലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്നാ ഇതെന്താ, ഇതേതാ വൃക്ഷം? ഇതേതാ വൃക്ഷം? ചെറുപ്പത്തില് ചപ്പട്ടുണ്ടായിനെ ഈ ഇലയാണ് മേത്ത് ഇങ്ങനെ അടിച്ചിനെ അനുയോജേ. അതാണിത്. ഇത് മരുന്നാണേ. മരുന്നാണ്. അപ്പൊ നമുക്ക് വരുമാനമാർക്കായി എണ്ണ ഉണ്ടാക്കിയാണ്ട് വിൽക്കാറില്ലേ. ഇനിയിപ്പോ ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നേരെ മുമ്പ് തന്നെയാണ് കേട്ടോ ഗൈസ് റോഡ് പറയുന്നത്. കണ്ടോ ഒരു വണ്ടി പോയി കൂടെ പോകും. ഒരു മെയിൻ റോഡാണ് ഗൈസ്. എനിക്ക് അതല്ല, അതിനായിട്ട് ഏറ്റവും നമുക്ക് കിട്ടല് പറഞ്ഞു കഴിഞ്ഞാല്
ഒന്നാമത് ഈ മെയിൻ റോഡാണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വണ്ടി അവിടെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൈസ് കറക്റ്റായിട്ട് കാണാം. പിന്നെ വേറൊരു കാര്യം, ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മളെ വണ്ടി എന്തായിന്ന്. വണ്ടി ഗൈസ് ഇത്രയൊക്കെ ടൈം എടുത്തിക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല കിടിലനായിട്ട് തന്നെ ആൾക്കാർ ഇറങ്ങുക. കിടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഞങ്ങളെ വണ്ടിയാണിത്. ആ കോലത്തിലേക്ക് ഇറങ്ങുക. ഞാൻ കഴിഞ്ഞ മാസം ലാസ്റ്റ് ഇറങ്ങുന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ അത് കുറച്ച് പഴയ മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ അതിന്റെ സ്പെയർ കിട്ടാനും പിന്നെ കറക്റ്റ് നല്ല ഫിനിഷിങ്ങിൽ പെയിന്റ് ചെയ്യാനൊക്കെ വമ്പൻ ടൈമാണ്. അപ്പൊ ഈ മാസം എന്തായാലും കൺഫേം. ഈ മാസം അങ്ങോട്ടും ഇല്ല, അടുത്ത മാസം എന്തായാലും ആവില്ല, ഈ മാസം തന്നെ ആവും. അപ്പോ അതാണ് വണ്ടി ഇറങ്ങാത്തതിന്റെ മെയിൻ റീസൺ. എന്നാ അഞ്ഞമ്മ താഴെ ഇറങ്ങിയല്ലേ ബാ. എന്താ പറഞ്ഞ എന്നെ തുണിയാളി തോരടാൻ ആ കയറൊക്കെ കൊണ്ടുവന്ന് കെട്ടി വെച്ചാണ് അപ്പൊ തോന്നണേ ഇവിടെ കണ്ടിട്ടല്ലേ ഇവിടെ വന്നിട്ടുണ്ട് ഒരു നിങ്ങളെ ചീത്ത കേക്കണ്ടല്ലോ മാണ്ടിയോ മാണ്ടാത്തൊക്കെ എടുത്തിട്ട് കേട്ടോ. നിങ്ങളെ ചീത്ത കേക്കണ്ടല്ലോ. അതിന് തോരണം. അതായത് മറ്റേന്തറിയോ, പേരിന്റെ മുമ്പ് തന്നെ തോരണുണ്ടേ. ആൾക്കാരെ കയറുമ്പോ നമ്മക്കാണ് നടക്കട്. ഫ്രണ്ടിൽ തന്നെ നോക്കുമ്പോ സെഡിയൊക്കെ കിടക്കുന്നു. അപ്പൊ മോനോട് എന്താ ഇവിടെ കാട്ടി വെച്ചാണ് ഞങ്ങൾ ചീത്ത അറിയില്ലുണ്ട്, ചൂടായാലുണ്ട്. ഇവിടെ ഈ ചിമ്മിണി അടിച്ച അതിന്റെ ഉള്ളിൽ കൂടെ വടിയിട്ടിട്ടാ ഇതൊക്കെ കളയാ. ഫുള്ള് കോട്ടറിമയാണത്. അതൊക്കെ അടിച്ച് കളയേണ്ടി വരും. മെയിൻ ആയിട്ടുള്ള പരാതി പറഞ്ഞാൽ കോട്ടറിമേനെ ഉള്ളു. അത് പോകാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. പുക വരുമ്പോ ഒക്കെ പോകാരോ കണ്ടോ അടക്ക ആ പൊക്കോയിലിന്റെ ഉള്ളില് അതിന്റെ ഉള്ളിലടാ ഒരു മണല് കീ കെട്ടിയിട്ട് ഇങ്ങനെ താത്തി കൊടുക്കണം. അപ്പൊ അതൊക്കെ ഊർന്ന് പോരും. അങ്ങനെ വൃത്തിയാക്കണം. നീ നേരെ നേരെ അടിക്ക് താഴെ പോവാ. ഇവിടെ പൈപ്പും വെള്ളമൊന്നും ഇല്ലേ എന്നിട്ട് അതെ പഠിച്ചോനെ വീണോ അല്ല അത്ര കേൾക്കണ്ടേ അല്ലാ മണ്ടോ ഇങ്ങോട്ട് കിട്ടി. പൊന്നാ ചോര എന്നിട്ടില്ല. ഹൈറ്റ് കൂട്ടോ മുട്ടിയെ ഹൈറ്റ് കറക്റ്റ് ആണ്. ഉമ്മ തല കുനിയണ്ട. ഉമ്മ കുനിഞ്ഞു വരുന്നത് അതിന്റെ ആവശ്യമല്ല. അനു ഉമ്മ പോട്ടെ ആദ്യം. ഇത് പിന്നെ പോ. ഇത് കയറിയിട്ടാണ് ഇറങ്ങാം. കൊയമ്പ് കൂട്ടി വയ്യ. അനു അവിടെ നിൽക്ക. ഇല്ലടാ ഈ പായൽ നിന്നിട്ട് പേടിയാകാണ്. ഞാൻ കെട്ടാൻ വരൂലേ. ഇവിടെ എന്തേലും കയറിയോ എന്തേലും കെട്ടേണ്ടി വരും. പിടിച്ചു തരാൻ നോക്കിയിറങ്ങിയാ മതി. ഞാൻ പടക്കിറങ്ങാം. ഈക്കൂടെ ഇറങ്ങിയാൽ മതി. ഇങ്ങനെ തലക്ക് കൂടെ ഇറങ്ങിയാൽ മതി. അപ്പൊ കുഴപ്പമില്ല. അതാകണം ഒറ്റക്ക് പോര്. ഞാൻ പിടിച്ചണ്ട ഇജ്ജ് പോടുന്നു. ഞാൻ ഒറ്റക്ക് ഇറങ്ങിക്കൊണ്ട് മറ്റേ ഉമ്മ കൊഞ്ഞാടി കഴിഞ്ഞാൽ മമ്മി കൊഞ്ഞാടി. ഞാൻ പോകുവേ. ഇതാണ് നമ്മളെ ബാക്ക് ഭാഗട്ടോ. അത് വേസ്റ്റ് വെള്ളം ചെറുത് കുറച്ച് ഇങ്ങോട്ടാക്കി മുക്കാം. മമ്മ നീ നേരെ നമുക്ക് അങ്ങോട്ട് എടുക്കാം. ഇതാണ് ബാക്ക് ഭാഗം. ബാക്ക് ഭാഗം കണ്ടില്ലേ? എല്ലാം കണ്ടു. പണി കുറച്ചുണ്ട് ഇവിടെ എടുക്കാൻ. വെയില് മഴ ആയതുകൊണ്ട് എടുക്കാണ്ട്. ഉമ്മ വരി ഈ കൂടെ ഇറങ്ങാം നമുക്ക്. ബാ വരി അന്ന് കൂടെ പൊന്നീച്ച പറയുള്ളൂ. ആ അരി കുത്താ കുത്തിയത്. ഇജ്ജ് പറങ്ങോലി എടുക്കാൻ പോയിട്ട് ഇവിടെ പോക്കല്ലേ മാണ്ടടി പോര് കണ്ട ഇവിടെ വരി. ഇതൊക്കെ ഇവിടെ തന്നെയല്ലാണ്. ഇവിടെ അതിനൊക്കെ ഇഷ്ടം ഇവിടെ പോക്കാതെ പോരിനടങ്ങി പോര്. എവിടെയും പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോ വല്ല ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ വറകുംകൊള്ളി കണ്ടു കഴിഞ്ഞാൽ അത് പൊക്കി വരും. പെരി കണ്ട നല്ല വറകുംകൊള്ളി പറഞ്ഞിട്ട് വാ. അങ്ങനെ ഗൈസ് നമ്മളെ ഒരു ആഗ്രഹം പോലെ തന്നെ നമുക്ക് നല്ലൊരു പെര വാടകക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പെര നമുക്ക് താമസിക്കാൻ വേണ്ടി കിട്ടി. അപ്പൊ ഒരു 6 മാസം നമ്മളെ കയ്യിൽ തന്നെ ആക്കിയത്. അപ്പൊ നമ്മളെ കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിരിക്കാം. താമസക്കാരുണ്ടോ എവിടെ? ഇല്ല, അത് എന്തോ വേറെന്തോ ആണെന്ന് തോന്നുന്നു. ആട്ടപ്പേര എന്താ അവിടെ ഉണ്ട് ആള്. അവിടെ അപ്പുറത്തെ ആൾക്കാരുണ്ട്. പിന്നെ നമുക്ക് ഇപ്പുറത്തുണ്ട് ഒരു പേര്. അതിന്റെ അപ്പുറത്ത് ഒരു പെരിയും കൂടി ഉണ്ട്. കുറച്ച് അപ്പുറത്താണെന്നുള്ളൂ. അവിടെ ഒരു പെരിയും കൂടി ഉണ്ട്. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് നമ്മളെ പെരന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ടോട്ടൽ എത്ര 25 സെന്റ് ഉണ്ടോന്ന് ഇത് ഈ പേരും ഈ ഒരു സ്ഥലം കൂടി. ബാക്കി പിന്നെ മോൾക്കാണ് പറയാനുള്ളത്. ഒരുപാടധികം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രക്കും ഡിലേ അതിന്റെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞില്ല. മഴയാണ് ഏറ്റവും ചെറുപ്പം മഴയാണ്. കണ്ടോ നിങ്ങളിപ്പോൾ വീഡിയോ എടുക്കൊണ്ട് നിൽക്കുമ്പോഴും ഞങ്ങൾ മഴ പെയ്തുകൊണ്ടേ നിൽക്കുകയാണ്.
കാരണം അതിന്റെ അടിയിലാവുമ്പോ ഇവരൊക്കെ ആകെ നനയും എവിടേക്ക് ഇറങ്ങാനും പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ്. ഇനി കുഴപ്പമില്ല. ഇനിയിപ്പോ എന്നാണ് മറ്റന്നാളോ? നാളെ. അതായത് നാളെ തന്നെ നമ്മൾ സാധനങ്ങൾ മൊത്തം കൊണ്ടുവന്നാണ്ട് ഇറക്കൽ തുടങ്ങും. മറ്റന്നാളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ താമസം തുടങ്ങണം അല്ലേ മോട്ടാ? അങ്ങനെയാണ് ഗൈസ്. സംഭവം എങ്ങനെയുണ്ട്? വയ്യ എങ്ങനെയുണ്ട്? വയ്യക്ക് എനിക്ക് നല്ല ഉഷാറായി. വെറുതെ എല്ലാം പിന്നെ മിന്നു കുഞ്ഞോളൊക്കെ പറഞ്ഞു വജ്ജ് ഇഷ്ടപ്പെട്ടു. വജ്ജ് ഇഷ്ടപ്പെട്ടു എന്നല്ലേ? നിങ്ങളാരും കണ്ടിട്ടില്ല എൻട്രിയാണ് പറ്റിയത്. ഇവര് ഇത്രയും കാലം സർപ്രൈസ് ചെയ്തതിന് നിങ്ങൾക്ക് മെച്ചായോ? മെച്ചായി. പക്ഷെ ആദ്യം ഒന്ന് ബേജാറായി. ആനന്റെ കേസിലല്ലേ? അതല്ലാതെ നമ്മൾ ഇത്രയും കാലം ഇപ്പൊ 2-4 ദിവസമല്ലേ നമ്മളും 2-4 ഒരാഴ്ച പറയൽ തുടങ്ങിയിട്ട്. ഗൈസ് നോക്കൂ, നമ്മളെ പേരെ നോക്കൂ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യട്ടോ ഗൈസ്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്താണ് കാര്യങ്ങളൊക്കെ മൊത്തം കമന്റ് ചെയ്യുക. വള്ളം തെറിച്ചിട്ടുണ്ടല്ലോ. മൊത്തം കമന്റ് ചെയ്യുക. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞില്ലേ നേരത്തെ നല്ല ഗ്രിപ്പ് ഉണ്ട്. പറഞ്ഞിട്ട് കാര്യല്ലടാ, എന്ത് പറഞ്ഞാലും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോ ഈ കാണുന്ന റോഡ് നല്ല വൃത്തിക്കും പഠിപ്പിലുമില്ലേ? 2 ദിവസം കഴിഞ്ഞ് ഇതിന് ഓണർ വരുമ്പോ ഉണ്ടാവും കുമ്മായം ആകെ കലക്കി വെച്ചിരിക്കണത് ഇവിടെ. അത് ഇക്കാര്യം ഉണ്ടാവും പോണത്. ഇമ്മ ഇതുമ്മ കുമ്മായ വേണ്ടി ആവശ്യമില്ല. ഇത് നല്ല ഗ്രിപ്പുള്ള സാധനമാണ്, പോകൂല കേട്ടോ. പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാ ഇവിടെ വാ. ഇമ്മ അവിടെ നിന്നളി വാടാ. ഇവിടുന്ന് അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളെ പൂക്കോട്ടുമണ്ണ ഡാം വരും. വീഡിയോയില് കാട്ടി കൊടുക്കില്ല മറ്റേ ഡാം പറഞ്ഞിട്ട്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാല് നേരെ നമ്മളെ ചാത്തമുണ്ട റോഡാണ് ഈ റോഡ് വരുന്നത്. അപ്പൊ നമ്മളെ റോഡിന്റെ വലത്തേ ഭാഗത്തായിട്ടാണ് കഴിച്ച് നമ്മളെ പെര സ്ഥിതി ചെയ്യണത്. കണ്ടോ? ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്ഥലമാണ്. ഇനിയിപ്പോ ഇയാടുന്നോ കഴിച്ച് ഇവിടുന്ന് അങ്ങോട്ട് നേരെ നോക്കി അവിടെ കുരുകുരു വാർത്ത. ഉമ്മ അവിടെ മൈക്കുണ്ട് ഗൈസ്. ആ കാണുന്ന കാർ പോർച്ചിൽ നമ്മളെ കാറും ഉണ്ടാവും, നമ്മളെ 2 ബൈക്കും ഉണ്ടാവും. ഇവരെന്താ സംസാരിച്ചെന്ന് നമുക്ക് ഈ വീഡിയോ ഇത് കഴിയുമ്പോ നമുക്ക് അറിയാം. ഇനി മൊത്തം നിങ്ങളെ വർത്താനാക്കിരം എന്താ സംസാരിച്ചത് എന്താണ് നോണ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മൊത്തം റെക്കോർഡ് ആയിക്കണേ. താമസക്കാരെ ചോദിച്ചാ അറിയോ? ഇവിടെയുള്ള താമസക്കാര് എങ്ങോട്ടാണോ പെരച്ച് പോയിക്കണത്? അതെന്താ? അതെന്തിനാ? എവിടെ ആർക്കും ഇല്ലാത്ത ഡൗട്ട് ആക്കി ഇവർക്ക് 2 കൂടിയും കഴിച്ചു. എന്ത് ചീരേ? എന്താണ് പറ? ചൂലുണ്ടാക്കാനോ? കത്തിച്ചാ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോ മഴക്കാലാണ്, വറകിന്റെ കേസ് അവിടെ ഉണങ്ങിയ വറകൊക്കെ അല്ലേ അങ്ങനെ കൊണ്ടുവരാം. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്തായാലും കേസ് നമുക്ക് അങ്ങോട്ട് തന്നെ ചെല്ലാം, കാരണം മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീടിന്റെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം നമ്മളെ പുതിയ വീഡിയോ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന്. നിങ്ങളെ ഇഷ്ടം പോലെ അറിയിക്കും. കാരണം അടിപൊളിയാക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണെന്ന് തന്നെ പറയും. ഇനിയിപ്പോൾ എന്തെങ്കിലും കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞോളി, കുഴപ്പമൊന്നുമില്ല. എന്തായാലും കമന്റ് ബോക്സ് അതിനല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ്. അപ്പം പല്ലും കെട്ടിക്കാനല്ല എന്തെങ്കിലും പറയും. എന്താ പറയാ, നല്ല സന്തോഷമായി, പേരെയൊക്കെ സന്തോഷമായി. അതിലൊന്നും ഒരു കുഴപ്പമില്ല. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നമുക്ക് മാറി കിട്ടിയാൽ നമുക്ക് അവിടെ പോകുന്ന നമുക്ക് പെര ഉണ്ടായി കിട്ടണം. അതാണ് കാലാകാലം പറ്റൂലല്ലോ. ഇതിപ്പോ കാലാകാലല്ലോ, ഒരു 5-6 മാസം തന്നെ ഉള്ളല്ലോ. അത് കഴിഞ്ഞ് നമ്മള് നോക്കണം ഇൻഷാ അല്ലാ അല്ലേ അമ്മ? അച്ചു അതന്നെ പറയല്ലേ. അച്ചു എനിക്കും അതന്നെ പറയല്ലേ. പിന്നെ കഴിച്ച് നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഉണ്ടോ വേറെ പോയിണ്ട്. അതായത് നമ്മളോട് തന്നെ പോയാണ്. അതിന്റെ ഒരു സൈഡ് ഇവിടെയാണ് ചൂരക്കണ്ടി നമ്മളെ കടവ് കഴിഞ്ഞിട്ട്. ചൂരക്കണ്ടി അമ്പലല്ലേ, അതാണ് ഈ താഴെ ഈ വലിയൊരു ഇറക്കല്ലേ, അതാണ് ഇവിടെ ഇതാകണ. ഈ കാണാണ് ആ വലിയൊരു ഇറക്കം. ഇതാ ഇവിടെയാണ് കണ്ണപ്പന്റെ പേര് ഇതിനപ്പുറത്ത് തന്നെയാണ്, കുറച്ചപ്പുറത്ത് താഴെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം. ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് മീൻ പിടിച്ചാനൊക്കെ എളുപ്പമാണ്. ഇനിയിപ്പോ അവിടുന്ന് മീൻ പിടിച്ചാൻ പോവാ, ഇവിടുന്ന് മീൻ പിടിച്ചാൻ പോവാ, എങ്ങനെയായാലും മീൻ പിടിച്ചാൻ പോവാ. ഡാമൊക്കെ എളുപ്പല്ലേ, ഇവിടെ തൊട്ടടുത്ത് തന്നെയല്ലേ. അപ്പൊ ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ മുന്നേ വന്നില്ല, മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ റെസ്റ്റോറൻറ്റ് എന്താ പറഞ്ഞേ? അവനും വേറെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ എത്താൻ നേരം വേഗം പറഞ്ഞു. പിന്നെ സാധനങ്ങൾ ഇറക്കുന്ന ടൈമിൽ എല്ലാവരും ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോ നാളെ ആയിട്ട് മൊത്തം സാധനങ്ങളൊക്കെ ഇറക്കണം. അതിന്റെ കുറെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്തായാലും നമുക്ക് ഇനി തിരിച്ച് പോവാടാ. ഇതിന്റെ ഉള്ളിലേക്കാണ് പിക്കപ്പ് ഒന്നും കേറാൻ വയ്ക്കൂലേ?
ഇവിടം വരെ വരുള്ളൂ. ഇവിടെ നമുക്ക് സാധനങ്ങൾ ഇറക്കാൻ കൊണ്ടുപോകാം. പേക്കിട്ട് വേണം ഇവിടെ ഇറക്കാലോ. പേക്കിട്ട് വന്നിട്ട് അപ്പോ നമുക്ക് കാത്തിരുന്ന് ഗൈസ് അവസാനം നല്ലൊരു പെര കിട്ടി. 6 മാസത്തിനാണെന്നുണ്ടെങ്കിലും നമ്മൾ 6 മാസത്തിന് നമ്മള് നല്ല രീതിക്ക് തന്നെ നിന്ന് പോയാൽ മതിയേനി. പിന്നെ നമുക്ക് ഇവിടെ റാട്ടപ്പുര വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അന്നും കയറി നോക്കിയിട്ടില്ല, ഇന്നും കയറി നോക്കിയിട്ടില്ല. ഇപ്പൊ നമ്മൾ കയറി നോക്കാൻ പോകുകയാണ്. എന്താണ് അവിടെ മട്ടെന്ന് നമുക്ക് അറിയില്ല. എടാ ഇവിടെ എപ്പോഴും പണി നടക്കലുണ്ടടാ. അപ്പൊ എനിക്ക് തോന്നുന്നു അമ്മ നമ്മളിവിടെ രാവിലെ ഒക്കെ ഉണ്ടാവുമ്പോഴേ ഇവിടെ അങ്ങോട്ട് ചിലപ്പോ ആൾക്കാർ വരും കേട്ടോ. അതിനെന്താ ഒരു വെട്ടാൻ വരികയല്ലോ, ഒരു വെട്ടിക്കോട്ടെ. ആണോ ഇത് വേറെതാ അറിയില്ല. ഇവിടെ ഒരു അതിരിങ്കല്ല് കണ്ടിട്ടാട്ടോ ഉമ്മ പറഞ്ഞത് ഇത് വേറെ ആരതാണെന്ന്. ഇനിയിപ്പൊ അതിനാണോന്ന് അറിയില്ല. ഇനി പുതിയ ബാത്റൂം അടിച്ചാൽ വെച്ചാണെന്ന് അതും അറിയില്ല. അല്ല എന്താണെങ്കിലും വെട്ടേര് അവിടെ വന്നാലും നമുക്ക് ഇവിടെ പിന്നെ കാണും കേൾക്കും ചോദിച്ചാൽ ഒരാൾ വന്ന് പോയി വെട്ടി പോയിക്കോട്ടെ. നമുക്ക് എന്താ അത് ശരിയാണ്. ചിലപ്പോ വെള്ളം ഇവിടുന്ന് കഴിക്കാരോ. പിന്നെ പ്രധാനമായിട്ട് ഒരു കാര്യം കൂടിയും പറയാല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് കൈസ് പറഞ്ഞിനി ഇത് വിൽപ്പനക്ക് വെച്ചിട്ടുള്ള പേരായിക്കൊണ്ട് തന്നെ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം കേട്ടോ. വിൽപ്പനക്ക് വെച്ചിട്ടുള്ള പേരായിക്കൊണ്ട് തന്നെ ചിലപ്പോ നമ്മള് ഇവിടുന്ന് അതായത് ഇവിടെ എല്ലാ ടൈമിൽ തന്നെ ആൾക്കാരൊക്കെ വന്ന് നോക്കും. ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും കേട്ടോ ഒന്നും പ്രതീക്ഷിക്കണ്ട. സ്ഥലമാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി നാളെ ആൾക്കാർ വന്നപ്പോ ഓരോട് പറഞ്ഞിനി കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഓരോ നാട് സ്ഥലവും കഴിഞ്ഞിട്ട് വാക്ക് മാറിയത്. അപ്പൊ അതൊക്കെയാണ് എന്തിനാ വാക്ക് പറഞ്ഞ ഓല് നമ്മളെ കൊണ്ട് വാങ്ങാൻ കഴിയാണെങ്കിൽ നമുക്ക് വാങ്ങാലോ. നമുക്ക് കഴിയായിട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ഓല് എപ്പോ വന്നാലും നമുക്ക് റെഡിയാണ്. ഒരു ഇത് കാട്ടി കൊടുക്കല്ലേ. അതന്നെ. പിന്നെ എന്താപ്പോ പിന്നെ ചാമ്പക്ക ഉണ്ട് കേട്ടോ. ചാമ്പക്ക അവിടെ കൊഞ്ഞടി കിടക്കണേ. നല്ല ചാമ്പക്ക മഴ കൊണ്ടൊക്കെ താഴത്ത് കൊഞ്ഞടിക്കണേ. അതിന് മുകളിലുണ്ട് കുറച്ചുകൂടി. അപ്പൊ നമുക്ക് നേരെ ഇനി പെരീക്ക് പോണം. കാരണം മഴ മാറണം. എന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്താണ്ട് ഓരോന്നൊക്കെ മാറ്റി വെക്കണം. എന്നിട്ട് നാളെ തന്നെ പരിപാടി തുടങ്ങാനാണ്. നാളെ രാവിലെ തുടങ്ങല്ലേ പാക്കിങ് അല്ല കൊണ്ടുവരലും പരിപാടിയൊക്കെ. എന്നാലേ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേനൊക്കെ കഴിയുള്ളൂ. കാരണം ഇഷ്ടംപോലെ സാധനങ്ങൾ. അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയൊരു പെരീക്ക് സ്വാഗതം. സ്വാഗതം.